അപ്പോ രാജാവ് കക്കുമ്പോ പരിവാരങ്ങളും മെനക്കങ്ങോട്ട് കക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് ചർച്ച ചെയ്യാൻ ഏറ്റവും യോജിച്ച വിഷയം സഖാക്കള് എങ്ങനെ അടിമക്കമ്മികളാകുന്നു എന്നുള്ളതാണ്. അതിന് തക്കതായിട്ടുള്ള, അതായത് കൃത്യമായ ഭാഷയിൽ പറഞ്ഞാല് ജനങ്ങളെ എങ്ങനെ മൂഞ്ചിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം. അക്രമം അത് പതിവ് പോലെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. പന്തളത്ത് NSS കോളേജിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും ഏറ്റുമുട്ടിയത് നമ്മൾ കണ്ടതാണ്. ഇന്നതാ ഒരു ABVP പ്രവർത്തകന്റെ വീട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇന്നലെ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീട് അടിച്ചു തകർത്തു. ശേഷം CPIM ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ നജാമിന്റെ വീടും ആക്രമിക്കപ്പെട്ടു. സ്വാഭാവികം. ഇതൊക്കെ കണ്ട് രസിച്ചിരിക്കാൻ കേരളത്തിലെ ജനങ്ങളും. പ്രതികരണശേഷി പണ്ടേ നശിച്ചിരിക്കണല്ലോ. അപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ജനവഞ്ചനയെക്കുറിച്ചുള്ള നിർണായക കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെയൊക്കെ അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം കയ്യിലുള്ള കാശും ചെലവാക്കി മക്കളെ പഠിപ്പിച്ച് പിന്നെ സർക്കാർ ജോലിക്ക് വേണ്ടി PSC കോച്ചിങ്ങിനും വിട്ട് അവസാനം വേഴാമ്പലിനെ പോലെ മക്കൾ കാത്തിരിക്കുന്നത് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളെ സർക്കാർ മൂഞ്ചിക്കുന്നതെങ്ങനെ എന്നതിന്റെ കൺമുന്നിൽ കാണാവുന്ന ദൃഷ്ടാന്തങ്ങൾ. നിയമപരമായ അഴിമതി എന്നും അതിനെ പറയാം. അതിനു മുമ്പ് ഒരു കണക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് കേരളത്തില് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഏകദേശം എണ്ണം എന്ന് പറയുന്നത് 5 ലക്ഷം. അതിൽ വെറും 1.5 ലക്ഷം പേര് PSC വഴി നിയമനം നേടിയവര്. പിന്നെ ബാക്കി ഒരു 1.5 ലക്ഷം പേര് ഈ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ ഡൊണേഷൻ കൊടുത്ത് ജോലിയിൽ കയറിയ ടീച്ചർമാര്. പിന്നെ ബാക്കി പാർട്ടിക്കാര് അവരുടെ ആളുകൾക്ക് തന്നെ താൽക്കാലിക നിയമനം നൽകി പിന്നെ സ്ഥിരപ്പെടുത്തിയവര്. അപ്പോ കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 1.5% വരുന്ന ഇവർക്ക് ശമ്പളം കൊടുക്കാനും പിന്നെ ജനപ്രതിനിധികൾക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കും പിന്നെ പെൻഷൻ കൊടുക്കാൻ കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 70% ചെലവാക്കുന്നുണ്ട്. ബാക്കി 30% അത് പദ്ധതികള്, ക്ഷേമ പെൻഷൻ, അതിലൂടെയുള്ള അഴിമതി, ഇതിനൊക്കെ ചെലവാക്കും. പിന്നെ കുറെ കടവും എടുക്കും. ഇനി പാർട്ടികൾക്ക് എങ്ങനെ അടിമകളെ കിട്ടുന്നു, അതായത് അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മറ്റ് ചെറുകിട ഘടകകക്ഷികളാണെങ്കിലും കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതും സ്വന്തം മതത്തെയും കുടുംബത്തെയും വരെ തള്ളിപ്പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികളായിട്ട് മാറുന്നു എന്നുള്ളത് അറിയണ്ടേ. ഒന്നാമത്തെ സംഭവം, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എമ്മിലെ സൈബർ പോരാളികൾ ഒരു രഹസ്യ യോഗം ചേർന്നു. എന്തിനാണെന്ന് അറിയണ്ടേ? പുതിയ ഒരു പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതായിരുന്നു കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥര് അവർക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ യോഗ്യത വേണം. 30-35 കൊല്ലം പണിയെടുക്കുമ്പോൾ പെൻഷൻ കിട്ടും. പക്ഷേ ഇത്രയൊന്നും കഷ്ടപ്പെടാതെ ശമ്പളവും അതിനുശേഷം പെൻഷനും കിട്ടാനുള്ള ഒരു കുറുക്ക് വഴിയുണ്ട്. പ്രത്യേകിച്ച് യോഗ്യതയും വേണ്ട. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളാവുക, അല്ലെങ്കിൽ MLA, MP അങ്ങനെ എന്തെങ്കിലും ആവുക. അതുമല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് മാറുക. വെറും 2 കൊല്ലം മാത്രം ജോലി ചെയ്താൽ ഫുൾ പെൻഷൻ. കൊള്ളാല്ലേ? ഇനി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് ഈ നേതാക്കൾ ചെയ്യുന്ന ഒരു ചതിയുണ്ട്. ഇവര് ജനപ്രതിനിധിയായിരിക്കുന്ന ആ 5 കൊല്ലങ്ങളിലും ഒരേ ടീമിനെ സ്റ്റാഫായിട്ട് വെക്കുന്നതിന് പകരം 2.5 കൊല്ലം കഴിയുമ്പോൾ അവരെ മാറ്റി പുതിയ പാർട്ടി അടിമകളെ സ്റ്റാഫായിട്ട് നിയമിക്കും. അപ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരാൾക്ക് പെൻഷൻ കൊടുക്കേണ്ടതിന് പകരം 2 പേർക്ക് പെൻഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ 25 സ്റ്റാഫിനെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ചീഫ് വിപ്പ് 2.5 കൊല്ലം കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാറ്റാൻ പോകുന്നത്. അങ്ങനെ മൊത്തം 25 പാർട്ടി അടിമകൾക്ക് പകരം കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് 50 പാർട്ടി അടിമകൾക്ക് അവര് ചാവുന്നത് വരെ പിന്നെ അവരുടെ കാലശേഷം അവരുടെ ആശ്രിതർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന്. അതായത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കണം എന്നർത്ഥം. അപ്പോ ഈ തസ്തികയിലേക്ക് കയറാൻ കണ്ണും നട്ട് കുറെ അടിമകള്, പിന്നെ ഇങ്ങനെ 2.5 വർഷം കൊണ്ട് ലോട്ടറി അടിച്ച കുറെ അടിമകള്, അങ്ങനെ അടിമകൾക്ക് ക്ഷാമമില്ലാത്ത കേരളം. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന കുറെ പൊതുജനം അഥവാ കഴുതകൾ. അതാണ് നമ്മുടെ പ്രബുദ്ധ സാക്ഷര കേരളം എന്ന് പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ ശരി, സമയം കളയണ്ട, PSCക്ക് തയ്യാറെടുത്തോ. ഇനി പിണറായി ചെയ്ത കൊള്ള അത് അടുത്ത വീഡിയോയിൽ പറയാം.